പരിസ്ഥിതിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ 4 എണ്ണമാണുള്ളത്. പരിസ്ഥിതിക്ക് പ്രധാനമായിട്ടും 4 ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ, സുസ്ഥിര വികസനം നടപ്പിലാക്കാൻ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. നമസ്കാരം, പുതിയൊരു ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് +1 തുല്യത ഇക്കണോമിക്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്. ഇക്കണോമിക്സിൽ നിന്നുള്ള 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് പഠിക്കാനുള്ള 10 ചാപ്റ്റേഴ്സിൽ, അതായത് 8ാമത്തെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, ഒഴിവാക്കിയതാണ്, അത് പഠിക്കേണ്ട. അതൊഴികെ അപ്പോൾ നമുക്ക് 9 ചാപ്റ്റർ ഉണ്ടാകും. ഈ 9 ചാപ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ എന്ന് വേണം ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് വരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ ടോപ്പിക് ഇവിടെ വരുന്നത് ഈ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി എന്താണ് എന്നാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ കൂടിച്ചേരലിനെയാണ് നമുക്ക് പരിസ്ഥിതി എന്ന് പറയാവുന്നത്. പക്ഷെ പരിസ്ഥിതി എന്ന് പറയുന്ന ചോദ്യമൊന്നും പരീക്ഷയ്ക്ക് വരില്ല. എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചാൽ എല്ലാവരും എഴുതും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും അതിന് മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പറയേണ്ടത് അവിടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ബയോട്ടിക് ആൻഡ് അബിയോട്ടിക് ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നതാണെന്നാണ്. എന്താണ് ഈ ബയോട്ടിക് അബിയോട്ടിക് എന്ന് പറഞ്ഞാൽ? ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഘടകങ്ങൾ കൂടി ചേർന്നതാണ് പരിസ്ഥിതി. ക്ലിയർ അല്ലേ? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ കൂടി ചേർന്നതാണ് പരിസ്ഥിതി. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം. ഇനി അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഈ ചോദ്യം എങ്ങനെ വരും? എന്താണ് ജീവനുള്ളത്, എന്താണ് ജീവനില്ലാത്തത് എന്ന് ചോദിക്കും. അതായത് താഴെ തന്നിരിക്കുന്നവയെ ബയോട്ടിക് അബിയോട്ടിക് എന്നിങ്ങനെ തരംതിരിക്കുക. ജീവനുള്ളത് ജീവനില്ലാത്തത്. വളരെ എളുപ്പമായിരിക്കും, നമുക്കത് ചോദ്യം കാണുമ്പോൾ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അപ്പോൾ ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ഓൾ ലിവിങ് എലമെൻസിന് വിളിക്കുന്ന പേരാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ബയോട്ടിക് എന്നാണ് വിളിക്കുക. ഓക്കെ, ബയോട്ടിക്, BIOTIC, ബയോട്ടിക് ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് ജീവനുള്ളത് നമ്മുടെ പരിസ്ഥിതിയിൽ? പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ്, മൈക്രോ ഓർഗാനിസംസ്, വോംസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ആനിമൽസ് എക്സെട്ര. അപ്പോൾ ഇത് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൃക്ഷങ്ങൾ അല്ലേ, ചെടികളൊക്കെയാണ്. ഫോറസ്റ്റ് കാടാണ്. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ മത്സ്യം ആണ്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ ചെറുജീവികൾ, സൂക്ഷ്മാണുക്കൾ. വോംസ് എന്ന് പറഞ്ഞാൽ വിര എന്നാണ് അർത്ഥം, അതായത് പുഴു എന്നൊക്കെ പറയും. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാണികളാണ്. ബേർഡ്സ് നമുക്കറിയാം പക്ഷികളാണ്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. ഇതൊക്കെ ജീവനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ജീവനുള്ളതിനെ നമ്മൾ ബയോട്ടിക് എന്ന ഹെഡിങ് എഴുതിയിട്ട് അതിലേക്ക് ആ പട്ടികയിൽ എഴുതുക. അപ്പോൾ അപ്പുറത്തുള്ളത് നമുക്ക് ഉണ്ടാവും അബിയോട്ടിക് ഉണ്ടാകും. അബിയോട്ടിക് എന്ന് എഴുതണം 2ാമത്തെ കോളത്തെ. മനസ്സിലാവുണ്ടോ? അവിടെ എന്താ എഴുതുക? അവിടെ നമുക്ക് ജീവനില്ലാത്തതായി കാണുന്നതെല്ലാം. അപ്പോൾ നമ്മളിത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായോ? ജീവനുള്ളത് പഠിക്കുക, ജീവനില്ലാത്തത് പഠിക്കണ്ട. അല്ലെങ്കിൽ ജീവനില്ലാത്തത് പഠിക്കുക, ജീവനുള്ളത് പഠിക്കണ്ട. ഏതെങ്കിലും ഒന്ന് പഠിക്കുക. 2 കൂടെ പഠിക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ താരതമ്യം ചെയ്യുന്നതിൽ എപ്പോഴും നമ്മൾ ഒന്ന് പഠിച്ചാൽ മതി, 2 കൂടെ പഠിക്കരുത്. ഓക്കെ, കാരണം നമുക്ക് 2 കൂടെ എഴുതാനുള്ള, അതായത് ചേരുംപടി ചേർക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പട്ടികപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് മൊത്തത്തിൽ കോമട്ട് തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഏതാണ് ഉൾപ്പെടുന്നത് വെച്ചാൽ അതിലേക്ക് തിരഞ്ഞെടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഞാൻ അബിയോട്ടിക് ഒന്ന് ഇവിടെ പറയാം. അതായത് ജീവനില്ലാത്തത് എയർ, അതായത് വായു. വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം. സൺലൈറ്റ് സൂര്യപ്രകാശം. ലാൻഡ് ഭൂമി. ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതങ്ങനെ പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 അല്ലെങ്കിൽ 3 മാർക്കാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 4 മാർക്കിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ 1 സപ്ലൈസ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. അതാണ് 1ാമത്തെ പോയിന്റ്. വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു.
അതുപോലെ രണ്ടാമത്തെ പോയിന്റ് അസിമിലേറ്റ്സ് വേസ്റ്റ് ആണ്. അതായത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു, മാലിന്യം നിർമ്മാർജ്ജനം നടത്തുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. മൂന്നാമത്തേത് സസ്റ്റെയിൻസ് ലൈഫ്, ജീവൻ നിലനിർത്തുന്നു, ജീവൻ നിലനിർത്തുന്നു. നാലാമത്തേത് പ്രൊവൈഡ്സ് ഈസ്തെറ്റിക് സർവീസസ്, അതായത് നമുക്ക് സൗന്ദര്യാനുഭൂതി നൽകുന്നു. അപ്പം 4 പോയിന്റ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 പോയിന്റ് എഴുതിയ, ഈ പറഞ്ഞ 4 പോയിന്റ് എഴുതിയ 4 മാർക്ക് കിട്ടില്ല, 2 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 4 പോയിന്റ് എഴുതിയാൽ 4 മാർക്ക് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വിവരിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് വിവരിക്കുക. അപ്പോൾ 4 മാർക്കിന് ഈ ചോദ്യം വരുമ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ പരിസ്ഥിതിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് ഈ 4 പോയിന്റ് 1, 2, 3, 4 എന്ന് ഇങ്ങനെ താഴേക്ക് പോയിന്റ് ആക്കിയിട്ട് എഴുതി വെക്കുക. അതിനുശേഷം ഒന്നാമത്തെ പോയിന്റിനെ താഴേക്ക് ഹെഡിങ് ആയിട്ട് കൊണ്ടുവരിക. ഏതാ? വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, പരിസ്ഥിതി 2 തരം വിഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഈ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ എക്സ്പ്ലെയിൻ ചെയ്യലാണ്, അണ്ടർലൈൻ ചെയ്തിട്ട്. വിഭവങ്ങൾ, പരിസ്ഥിതി നമുക്ക് 2 തരം വിഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഏതൊക്കെയാണ് 2 തരം വിഭവങ്ങൾ? ഒന്ന്, പുനരുൽപാദിപ്പിക്കാവുന്ന വിഭവങ്ങൾ, അതായത് പുതുക്കാവുന്ന വിഭവങ്ങൾ. രണ്ടാമത്തേത് പുനരുൽപാദിപ്പിക്കാനാകാത്ത വിഭവങ്ങൾ, അതായത് പുതുക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അപ്പോൾ പുതുക്കാവുന്നതും പുതുക്കാനാകാത്തതുമായിട്ടുള്ള 2 വിഭവങ്ങളാണ് പരിസ്ഥിതി നമുക്ക് ഒരുക്കി തരുന്നത്. അപ്പോൾ പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കും തോറും, പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾക്ക് പറയുന്ന പേരാണ് പുതുക്കാവുന്ന വിഭവങ്ങൾ. ഓക്കെ, അതെന്തൊക്കെയാണ്? അത് നമുക്ക് വെള്ളം, അതുപോലെ തന്നെ വായു, സൂര്യപ്രകാശം, അതുപോലെ മത്സ്യങ്ങൾ, പ്ലാന്റ്സ്, ട്രീസ്, അതായത് ഈ ചെടികളും വൃക്ഷങ്ങളും, ഇതൊക്കെ നമുക്ക് എന്താണ്? നമുക്ക് ഭൂമിയിൽ നിന്ന് യഥേഷ്ടം നമുക്ക് അത് എടുക്കാൻ കഴിയും, വീണ്ടും വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ കാര്യത്തോട് എതിർപ്പ് കാണിക്കും. കാരണം വെള്ളം ഒക്കെ ഇപ്പോൾ നമുക്ക് കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്, എയർ, നല്ല എയർ നമുക്ക് കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, തടസ്സമില്ല. ഫിഷറീസ്, മത്സ്യങ്ങൾ നമുക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ശരിയാണ്. പക്ഷേ അതൊക്കെ നമ്മളുടെ മനുഷ്യരുടേതായിട്ടുള്ള ചില ഉപയോഗങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് എന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇതിന് എക്സാമ്പിൾ പറയേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, പുതുക്കാവുന്ന വിഭവങ്ങൾ. ഇനി പുതുക്കാനാകാത്ത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് എടുക്കും തോറും, പ്രകൃതിയിൽ നിന്ന് എടുക്കും തോറും വീണ്ടും ഉണ്ടാവാത്തതാണ് പുതുക്കാനാകാത്ത വിഭവങ്ങൾ. ഓക്കെ, അത് ഏതൊക്കെയാണ് പുതുക്കാനാകാത്ത വിഭവങ്ങൾ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാതു വിഭവങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പലതരം വിഭവങ്ങളുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പുതുക്കാനാകാത്ത വിഭവങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചേരുംപടി അല്ലെങ്കിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 കോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചോദ്യം വരാവുന്നതാണ്. പുതുക്കാവുന്ന വിഭവങ്ങൾ, പുതുക്കാനാകാത്ത വിഭവങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക എന്ന് ചോദ്യം വരാം, അത് മാത്രമായിട്ട്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? എങ്ങനെ ചോദിക്കും? താഴെ തന്നിരിക്കുന്നവയെ പുതുക്കാവുന്ന വിഭവങ്ങൾ, പുതുക്കാനാകാത്ത വിഭവങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നുള്ളതാണ്. പരിസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, ധർമ്മമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അത് നമ്മളായിട്ട് ചെയ്യണ്ട, നമ്മളായിട്ട് ചെയ്തു തുടങ്ങിയത് ഇപ്പോഴാണ്, അല്ലേ? ഇതിനു മുമ്പ് നമ്മളിപ്പോഴും പരിസ്ഥിതിയിലേക്ക് പലതരം വസ്തുക്കളും വലിച്ചെറിയുന്നു, അല്ലേ? അപ്പോൾ പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പലതരം വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട് പരിസ്ഥിതി? അത് അബ്സോർവ് ചെയ്യും, അല്ലേ? അബ്സോർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വാംശീകരിക്കും, അത് മണ്ണിലേക്ക് വലിച്ചെടുത്ത് അത് ലയിപ്പിക്കും, മണ്ണിൽ ലയിപ്പിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെ അതൊരു വളമായിട്ട്, നല്ലൊരു വളമായിട്ട്, മണ്ണിൽ നല്ലൊരു വളമായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു കഴിവ് പരിസ്ഥിതിക്ക് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മമായിട്ട് നമ്മൾ പറയുന്നത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുള്ള മാലിന്യമായിരിക്കണം? ഓർഗാനിക് വേസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? അതിവിടെ നിർമ്മാർജ്ജനം ചെയ്യുള്ളൂ, അല്ലേ? ജൈവ വേസ്റ്റ് മാത്രമാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്യുള്ളൂ. മറ്റത് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് ആ മണ്ണിൽ അങ്ങനെ കിടക്കും, അല്ലേ? കാലാകാലങ്ങളോളം മണ്ണിൽ കിടക്കും, അങ്ങനെ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന ഒരു വസ്തുവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി.
ദെൻ മൂന്നാമത്തത് സസ്റ്റെയിൻ ലൈഫാണ് അല്ലേ. ജനങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ സസ്യജന്തുജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ജീവനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് നൽകുന്നത് പരിസ്ഥിതിയാണ് അല്ലേ. ലൈഫ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡഡ് ബൈ ദ എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ ജനിതകമായിട്ടും അതുപോലെ തന്നെ ജൈവികമായിട്ടും പരിസ്ഥിതി ഒരുക്കി തരുന്ന പല ഘടകങ്ങൾ കാരണമാണ് നമുക്ക് നമ്മുടെ ജീവൻ ഇവിടെ നിലനിർത്താൻ കഴിയുന്നത്. അതാണ് ആ ഒരു പോയിന്റിൻ്റെ താഴെ എഴുതേണ്ടത്. ദെൻ നാലാമത്തേത് നമുക്ക് സൗന്ദര്യാനുഭൂതി നൽകുന്നു എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് അല്ലേ. പരിസ്ഥിതി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, മൗണ്ടെയിൻസ്, റിവേഴ്സ്, ബേർഡ്സ്, ആനിമൽസ്, ഫ്ലവേഴ്സ്, ഇങ്ങനെ കണ്ട എല്ലാ തരം വളരെ വളരെ വലിയ തരത്തിലുള്ള ഒരു ഇസ്തെറ്റിക് എൻലൈറ്റ്മെൻ്റ് ആണ് നമുക്ക് ഒരുക്കി തരുന്നത് അല്ലേ. ഡിലൈറ്റ്മെൻ്റ് ആണ് ഒരുക്കി തരുന്നത് അല്ലേ. അതായത് പരിസ്ഥിതി നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള പല വസ്തുക്കളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാൻ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യാറുണ്ട് അല്ലേ. ബ്യൂട്ടിഫുൾ സീനറി കാണാൻ പോവാറില്ലേ. മൗണ്ടെയിൻസ്, കുന്നും മലകളും നദികളും കടലും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നമ്മൾ പോകാറുണ്ടല്ലോ, യാത്ര ചെയ്യാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന വസ്തുക്കളാണ്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമുക്ക് സൗന്ദര്യാനുഭൂതി നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ഈ 4 പോയിന്റുകൾ മാത്രം എഴുതിയാൽ 2 മാർക്കും കിട്ടും. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. താങ്ങാനുള്ള ശേഷിയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും എന്താണ്? 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചെറിയ ചോദ്യമാണ്. താങ്ങാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് വസ്തുക്കളെ, വിഭവങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, ദ കാപ്പബിലിറ്റി ഓഫ് ദ എൻവയോൺമെൻറ്റ് ടു ഹാൻഡിൽ ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഭൂമിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിലുള്ള വിഭവങ്ങളെ അത് എങ്ങനെയാണ് പരിസ്ഥിതി കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെയാണ് താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിക്ക് നമ്മുടെ ഭൂമിയിലുള്ള വിഭവങ്ങളെ, വസ്തുക്കളെ പരിസ്ഥിതി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ താങ്ങാനുള്ള ശേഷി കൊണ്ട് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ എൻവയോൺമെൻറ്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. അതായത് നാം വലിച്ചെറിയുന്ന ഓർഗാനിക് വസ്തുക്കളും അതുപോലെ തന്നെ അൺഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളും ജൈവികവും അജൈവികവുമായിട്ടുള്ള വസ്തുക്കൾ, മനുഷ്യരായിട്ടുള്ള ആളുകളും പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇത്തരം വസ്തുക്കളൊക്കെ സ്വാംശീകരിച്ച് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഡീഗ്രഡേഷൻ, അത് മണ്ണിൽ ലയിപ്പിക്കാനുള്ള ഒരു കഴിവ് പരിസ്ഥിതിക്ക് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഉൾക്കൊള്ളാനുള്ള ശേഷി. ഓക്കെ, അപ്പോൾ താങ്ങാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഓൾറെഡി ഉള്ള വിഭവങ്ങളൊക്കെ പരിസ്ഥിതി എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അതിനെ താങ്ങാനുള്ള ശേഷി എന്ന് പറയും. അതുപോലെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള ആളുകൾ, മനുഷ്യരായിട്ട് ഉൾപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? പലതരം വസ്തുക്കളും പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ വലിച്ചെറിയുന്ന വസ്തുക്കളെ ഇവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? അത് അബ്സോർബ് ചെയ്ത് അതിനെ വലിച്ചെടുത്ത് അതിനെ ഡീഗ്രഡേഷൻ ചെയ്യാൻ, അതിൽ മണ്ണിൽ ലയിപ്പിക്കാനുള്ള ഒരു കഴിവ് പരിസ്ഥിതിക്കുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഉൾക്കൊള്ളാനുള്ള ശേഷി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പരിസ്ഥിതിയിൽ പലതരത്തിലുള്ള ആഘാതങ്ങൾ, മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ട് പരിസ്ഥിതിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂടും അതുപോലെ തന്നെ മഴയില്ലായ്മയും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളാൽ ചെയ്തു കൂട്ടിയ പല പ്രവർത്തികളുടെയും വിപത്താണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഓസോൺ ഡിപ്ലീഷൻ, അതായത് ഓസോണിൻ്റെ നാശനം എന്ന് പറയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇത്, അതായത് എല്ലാവരെയും ബാധിക്കുന്ന, ലോകം മുഴുവൻ ബാധിക്കുന്ന 2 പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിനെ കൂടാതെ
പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മറ്റു ചില ഇഷ്യൂസുകൾ കൂടിയുണ്ട്. അതൊന്ന് ഈ മണ്ണിൻ്റെ അപചയമാണ്, രണ്ടാമത്തേത് ഈ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ നാശമാണ്, അതുപോലെ വായു മലിനീകരണം, ജലമലിനീകരണം, അതുപോലെ ഈ വേസ്റ്റിൽ നിന്നുള്ള മലിനീകരണം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടെ തന്നെയാണ് പരിസ്ഥിതി മൊത്തത്തിൽ എന്താവുന്നത് ആ പ്രശ്നത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവനാക്കാൻ കഴിയില്ല, ലെങ്ത് കൂടി പോകും, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും തീർച്ചയാണ്. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. കാണുന്ന എല്ലാവരും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഇത് ആവശ്യമുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ റെഗുലർ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ്, അവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഇതൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയ ഒരു ടോപ്പിക്ക്, ഇതിൻ്റെ തുടർച്ചയുള്ള ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.